നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്, പകർച്ചവ്യാധികളുടെ കാലമാണ്. മഴയോടൊപ്പം എത്തുന്ന രോഗങ്ങളെ കരുതിയിരിക്കേണ്ടതുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ എ അൽത്താഫാണ്. IMA കേരള പൊതുജനാരോഗ്യ സമിതി കൺവീനറും IMA തിരുവനന്തപുരം സെക്രട്ടറിയുമാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, മഴക്കാലത്തോടൊപ്പം എത്തുന്ന പ്രധാന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഏതെല്ലാം രോഗങ്ങളെ നമ്മൾ കരുതിയിരിക്കേണ്ടതായുണ്ട്? സാധാരണ ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ നാം കേട്ടിട്ടുള്ളതാണ്. മഴക്കാലം ഒരു പനിക്കാലം പോലെ വിശേഷിപ്പിക്കാറുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, സാധാരണ നമ്മുടെ മൺസൂൺ ആരംഭിക്കുന്നത് മെയ് അവസാനമോ ജൂൺ ആദ്യവാരമോ ആയിരിക്കും. അതേസമയം തന്നെയാണ് സ്കൂളുകൾ തുറക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പകർച്ചപ്പനികൾ സാധാരണഗതിയിൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം ഒരു കുട്ടിക്ക് പനിയുണ്ടെങ്കിൽ പകർച്ചപ്പനി സാധാരണ സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ, സാധാരണ ജലദോഷപ്പനി. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടിക്ക് പനിയുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ മറ്റു കുട്ടികൾക്ക് പകരാനുള്ള സാധ്യത, അങ്ങനെ വ്യാപകമായിട്ട് പനി പകരാനുള്ളൊരു സാധ്യതയുണ്ട്, പകർച്ചപ്പനി പകരാനുള്ള സാധ്യതയുണ്ട് ജൂൺ മാസത്തിൽ. അത് മഴക്കാലത്തോടനുബന്ധിച്ചുമാണ് ഉണ്ടാകുന്നത്. അതേ സമയത്ത് തന്നെയാണ് മഴ ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട്. അതേസമയം കഴിഞ്ഞ ഒരു 2-3 ദശാബ്ദങ്ങളായി 2-2.5 ദശാബ്ദങ്ങളായിട്ട് കേരളം അഭിമുഖീകരിക്കുന്ന മറ്റു ചില വ്യത്യസ്തമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ കഴിഞ്ഞ 80കളിൽ ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, അതുപോലെ 95-ലുമൊക്കെ കോട്ടയത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, വ്യാപകമായിട്ടുള്ള ഡെങ്കിപ്പനി ഒരു പകർച്ചവ്യാധിയായിട്ട് പടരുന്നത് 2003-ലായിരുന്നു ആദ്യമായിട്ട്. കേരളം മുഴുവൻ വളരെ വ്യാപകമായിട്ട്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വ്യാപകമായിട്ട് പടരുന്ന സാഹചര്യമുണ്ടായി. ഒരുപാട് കേസും ഒരുപാട് മരണങ്ങളൊക്കെ ഉണ്ടായി. അത് ഈ മഴക്കാലത്തോടനുബന്ധിച്ചാണ് കൂടുന്നത്. അത് പ്രത്യേകിച്ച് മഴ തന്നെ ഒരു വിട്ടുവിട്ടുള്ള മഴ, ഇൻ്റർമിറ്റൻറ്റ് റെയിൻ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഡെങ്കിപ്പനി വ്യാപകമാകാനുള്ള സാധ്യത. അതിനൊരു കാരണം എന്താ വെച്ചാൽ, ഡെങ്കിപ്പനി പടർത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പടർത്തുന്നത്. അപ്പം ഈ വിട്ടുവിട്ടുള്ള മഴയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം, എവിടെയെങ്കിലും നമ്മുടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഈ മഴവെള്ളം അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുകയും അത് ഈ കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് കൂത്താടിയായി കൊതുകുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. ഒരാഴ്ചയിലധികം ആ വെള്ളം അങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ കൊതുകുകൾ ഒരുപാട് പെരുകാനുള്ള സാധ്യതയുണ്ട്. ഒരു 5 മില്ലി വെള്ളത്തിൽ പോലും ഏതാണ്ട് ആഴ്ചകൾക്കുള്ളിൽ ഏതാണ്ട് 300ഓളം കൊതുകുകൾ മുട്ട വിരിഞ്ഞ് കൊതുകുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയും, ഇപ്പം എന്തായാലും കാലാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കാലാവസ്ഥാ മാറ്റത്തിന് അനുസൃതമായിട്ട് നമ്മുടെ ജീവിതശൈലി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ കൊതുകുകൾ പെരുകാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും അങ്ങനെ ഡെങ്കിപ്പനി വ്യാപിക്കുന്നത് തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. എന്തായാലും ഡെങ്കിപ്പനി ഒരു പ്രധാന പ്രശ്നം, ആരോഗ്യ പ്രശ്നമാണ് മഴക്കാലത്തോടനുബന്ധിച്ചിട്ട്. അതുപോലെ ഈ ഡെങ്കിപ്പനി പടർന്ന അതേ കൊതുകുകൾ തന്നെയാണ് ചിക്കുൻ ഗുനിയ ഉണ്ടാക്കുന്നത്, ഈഡിസ് കൊതുകുകൾ തന്നെയാണ്. അതുപോലെ സിക്ക ഫീവർ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരേ കൊതുക് തന്നെയാണ് നമുക്ക് ഈ രോഗം പടർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈഡിസ് കൊതുകുകളെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്താൽ, അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളെല്ലാം തന്നെ പടരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം ഇത് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഈഡിസ് കൊതുകുകൾ, നമ്മളെ കടിക്കുന്ന കൊതുക് നമ്മുടെ തന്നെ തൊട്ടടുത്തുള്ള പരിസരത്ത് ഏതാണ്ട് 50 മീറ്ററോ 100 മീറ്ററോ പരിസരത്തുള്ള കൊതുക് തന്നെയാണ് നമ്മളെ കടിക്കുന്നത്. വേറെ വിദൂരങ്ങളിൽ നിന്ന് പറന്നു വരുന്ന കൊതുകൊന്നുമല്ല. കാരണം ഇതിൻ്റെ പരമാവധി പറക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് 50 മീറ്ററോ പരമാവധി 100 മീറ്ററോ ഒക്കെ പറക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ പ്രത്യേകിച്ച് പകൽ സമയത്താണ് ഈ കൊതുക് ഈഡിസ് കൊതുകുകൾ കടിക്കുന്നത്. അപ്പോൾ പകൽ സമയത്ത് കടിക്കുന്ന കൊതുക് നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഉള്ള കൊതുക്, അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലുള്ള കൊതുക്, അല്ലെങ്കിൽ ഓഫീസുകളിലും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും ഒക്കെയുള്ള കൊതുകുകൾ, ഈഡിസ് കൊതുകുകൾ തന്നെയാണ് നമ്മളെ കടിക്കുന്നത്. അതിലൂടെയാണ് നമുക്ക് ഡെങ്കി പകരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീടും പരിസരവും നമ്മുടെ തൊഴിലിടങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളും നമ്മുടെ ഓഫീസുകളും ഒക്കെ തന്നെ ഈ ഈഡിസ് കൊതുകുകൾ ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് സൂക്ഷിക്കാമെങ്കിൽ, ആ രീതിയിലുള്ള മുൻകരുതലെടുക്കാമെങ്കിൽ, ആ രീതിയിലുള്ള മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈഡിസ് കൊതുക് ഇല്ലാതാക്കാൻ സാധിക്കും. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും അതുപോലെ തന്നെ സിക്ക വൈറസ് ഫീവറും ഒക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഈ കൊതുകുകൾ പടർത്തുന്ന, ഈ മഴക്കാലത്തോടനുബന്ധിച്ച് കൊതുകുകൾ പടർത്തുന്ന ഡെങ്കിപ്പനിയെക്കുറിച്ചും അനുബന്ധ രോഗങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. പിന്നെ മറ്റു ചില രോഗങ്ങളുണ്ട്. ജലലഭ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വേനൽക്കാലത്ത് നാം കണ്ടിരുന്നു, കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ വളരെ വ്യാപകമായ തോതിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ പടർന്നു പിടിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്ന് മോഹനനാണ്. മോഹനൻ, ഡോക്ടറോട് ചോദിക്കാം.
ചോദിച്ചോളൂ മോഹനൻ. നമസ്കാരം. 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 എനിക്ക് 68 വയസ്സായി. എനിക്ക് പനി ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒന്നെന്നുള്ള തവണ പനി വരുന്ന പനി കുളിരായിട്ട് തോന്നും. പനിയാണെന്ന് തോന്നും കുളിരൊക്കെ ആയിട്ട്. പക്ഷെ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കും. അതിനപ്പോ ഞാൻ സാധാരണ പാരസെറ്റമോൾ കഴിച്ചാൽ അങ്ങ് മാറിപ്പോവും. അങ്ങനെയുള്ളൊരു ഇതാണ്. കൂടുതൽ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുളിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനൊന്നും തോന്നൂല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലായി. വേറെ അനുബന്ധ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചുമയോ ശരീരവേദനയോ ശരീരത്തിൽ വേറെ എന്തെങ്കിലും മുഴയോ വേറെ അണുബാധയ്ക്കുള്ള സാധ്യതകളോ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? അങ്ങനെയില്ല. വയറിളക്കമോ ഒന്നുമില്ല. തലവേദനയോ അങ്ങനെയൊന്നുമില്ല. കുളിരായിട്ടാണ് പക്ഷേ അനുഭവപ്പെടുക. പക്ഷേ ടെമ്പറേച്ചർ നോക്കുമ്പോൾ നോർമലാവും. ഓക്കെ. എന്തായാലും മോഹനൻ ഒരു കാര്യം ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കണം. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് ഒരു ഡോക്ടറെ കാണിച്ച് വേണ്ട പരിശോധനകൾ നടത്തി ഏതാണ് ഈ പനി എന്ന് പറയുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു പനി യഥാർത്ഥത്തിൽ പനി എന്ന് പറയുന്നത് രോഗം പോലും അല്ല. പനി എന്ന് പറയുന്നത് രോഗലക്ഷണം മാത്രമാണ്. ഇത് പനി ഏത് രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് വരാം. പകർച്ചവ്യാധികളുടെ എല്ലാം വരാം. അതിൽ അണുബാധകൾ കൊണ്ടുണ്ടാവാം. അതുപോലെ അത് അല്ലാതുള്ള അസുഖങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട് പനി. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണ് ഇതിൻ്റെ രോഗകാരണം, ഇതിൻ്റെ മൂലകാരണം എന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ട പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം ആദ്യം വേണ്ടത് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഈ രോഗലക്ഷണങ്ങളെല്ലാം പറയുക, ഈ പ്രശ്നങ്ങളെല്ലാം പറയുക. എന്നിട്ട് മതിയായ പരിശോധനകൾ നടത്തിയിട്ട് നമുക്ക് എന്താണ് രോഗമെന്ന് കണ്ടെത്തുകയും അതിനുള്ള ചികിത്സ തേടുകയുമാണ് ഏറ്റവും അഭികാമ്യം. അല്ലാതെ സ്വയം ചികിത്സിക്കുകയോ അല്ലെങ്കിൽ ചികിത്സ തേടാതെയോ ഇരിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. അതുകൊണ്ട് മോഹനൻ എത്രയും വേഗം ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ വിശദമായ പരിശോധന നടത്തി ഡോക്ടറുടെ അഭിപ്രായം സ്വീകരിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ തേടുക. അതാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത്. തീർച്ചയായും പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് നമ്മൾ കരുതിയിരിക്കേണ്ട മറ്റൊരു രോഗം തന്നെയാണ് മഞ്ഞപ്പിത്തം. ഇന്നിപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം വയനാട്ടിൽ ഒരു കടയിൽ നിന്നും ജ്യൂസ് കഴിച്ച 5 പേർക്ക് മഞ്ഞപ്പിത്തം രോഗം ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിലൂടെ ഈ മഞ്ഞപ്പിത്ത രോഗം ബാധയുണ്ടാകുന്നത്? ജ്യൂസ് കഴിക്കുന്നതിലൂടെയൊക്കെ ഇതിൻ്റെ വ്യാപനം എങ്ങനെയാണ്? അതായത് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വ്യാപകമായിട്ട് പടരുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ എന്ന സാങ്കേതികമായിട്ട് പറയുന്ന മഞ്ഞപ്പിത്തം. അതോടൊപ്പം തന്നെ ടൈഫോയിഡ് ഉണ്ട്, കോളറ, മറ്റു വയറിളക്ക രോഗങ്ങളൊക്കെ പടരാറുണ്ട് ജലത്തിലൂടെ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജലലഭ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഏതാണ്ട് 44 നദികളും 100 കണക്കിന് ചെറിയ അരുവികളും അതുപോലെ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ ജലാശയങ്ങളും അതുപോലെ വർഷത്തിൽ 200ഓളം ദിവസം നമുക്ക് മഴ ലഭ്യമാകണം. ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഈ ജലജന്യ രോഗങ്ങൾ പ്രത്യേകിച്ചും ഇതിൽ ആദ്യം കാണുന്നത് ജലത്തിൻ്റെ ദൗർലഭ്യം കൊണ്ടാണ് ഈ ജലജന്യ രോഗങ്ങൾ പടരാനുള്ളൊരു സാധ്യത. അത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾ മുഴുവൻ മലിനമാവുകയും ആ രീതിയിൽ പടരാനുള്ള സാധ്യത. ഇപ്പോൾ കേരളത്തിൽ ആ രീതിയിലുള്ളൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പം വന്നിരിക്കുന്നത് ഈ വർഷം. അതായത് കഴിഞ്ഞ മാസങ്ങളിൽ നല്ല കടുത്ത വേനലും വരൾച്ചയും ഒക്കെ കാരണം വടക്കൻ ജില്ലകളിൽ പലയിടങ്ങളിലും നമുക്ക് ഈ മഞ്ഞപ്പിത്ത ബാധ വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 10,000-ഓളം കേസ് കേരളം ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10-40ഓളം 35-ലധികം മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് മഞ്ഞപ്പിത്തം കാരണം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മലയാളികളുടെ നമ്മൾ 100-150 വർഷമായിട്ട് ശീലിക്കുന്ന നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമാണ് ഈ വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ആരോഗ്യ സാക്ഷരതയുടെ മാത്രമല്ല പൊതുവായിട്ടുള്ള സാക്ഷരതയുടെയും പൊതുവായിട്ടുള്ള ഒരു ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ഈ ആരോഗ്യ സൂചികകളൊക്കെ ഇത്രയും മെച്ചപ്പെട്ടതാവാനും ഉള്ള കാരണം ഇതൊക്കെയായിരുന്നു. നമ്മുടെ ഇത്തരം ആരോഗ്യകരമായ ശീലങ്ങൾ അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വെള്ളം തിളപ്പിച്ചാറ്റി മാത്രം കുടിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ മഞ്ഞപ്പിത്തം ഇങ്ങനെ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ഇനി നമുക്ക് ഇപ്പോൾ ജ്യൂസിലൂടെയും മറ്റ് വെൽക്കം ഡ്രിങ്കിലൂടെയും മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സിലൂടെയും ഒക്കെ പടരുന്ന ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം തയ്യാറാക്കാനായിട്ട് ഇപ്പം ജ്യൂസും ഇതുപോലത്തെ ഇതെല്ലാം തയ്യാറാക്കാനായിട്ട് പല കടകളിലും പല സ്ഥാപനങ്ങളിലും പല ചടങ്ങുകളിലും ഒക്കെ തന്നെ നമ്മൾ വെള്ളം ശേഖരിക്കുന്നത് പലപ്പോഴും മലിനമാക്കപ്പെട്ട ജലാശയങ്ങളിൽ നിന്നോ കിണറുകളിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് മതിയായ പരിശോധനകൾ നടത്താത്ത ജലത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പരിശോധന നടത്താത്ത ജലശേഖരങ്ങളായിരിക്കാം. അതുപോലെ തന്നെ അത് മതിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമായിരിക്കാം.
ശുചീകരിക്കാത്ത വെള്ളമായിരിക്കാം. അതുപോലെ ഇത് തിളപ്പിച്ച് ആറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് നേരെ എടുത്ത് ഒന്നുകിൽ അത് ഐസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ആ ഐസ് കൊണ്ട് ജ്യൂസുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഈ വെള്ളം നേരിട്ട് ജ്യൂസുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതെല്ലാം കൊണ്ട് തീർച്ചയായിട്ടും വളരെ വ്യാപകമായിട്ടും വളരെ പെട്ടെന്നും വളരെ വ്യാപകമായിട്ടും ഇത്തരം ജലജന്യ രോഗങ്ങൾ പടരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഒന്ന് ഈ കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പം ഈ ബോട്ടിൽഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അടച്ച് സീൽ ചെയ്തിട്ടുള്ള വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അല്ലാതെ അവിടെ തയ്യാറാക്കുന്ന വെള്ളം അല്ലെങ്കിൽ മതിയായ രീതിയിൽ പ്യൂരിഫയർ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ മാത്രം ഇത് നമ്മൾ കഴിക്കുക. അല്ലെങ്കിൽ ഇത് സുരക്ഷിതമായിട്ടുള്ള വെള്ളമാണെന്ന് അവർ ഉറപ്പ് നൽകുകയാണെങ്കിൽ മാത്രം കഴിക്കുക. അല്ലാത്തിടത്തോളം നമ്മൾ യാതൊരു സുരക്ഷിതത്തിൻ്റെ മാനദണ്ഡം പാലിക്കാത്ത, ഉറപ്പില്ലാത്ത അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കഴിയുന്നതും തണുത്ത വെള്ളം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. അത് ഇപ്പം വേനൽക്കാലത്ത് തുടങ്ങി ഇപ്പം മഴക്കാലമായപ്പോൾ കുറച്ചുകൂടി വ്യാപകമാകുന്നൊരു സാഹചര്യമാണുള്ളത്. അത് കൂടുതൽ ജലാശയങ്ങളും ജലശേഖരങ്ങളും ഒക്കെ അണുബാധ ഇതിൻ്റെ മലിനമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങൾ വ്യാപകമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു മുൻകരുതൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. മഞ്ഞപ്പിത്തം ഉൾപ്പെടെ ഉള്ള മറ്റ് ജലജന്യ രോഗങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ജോസ് ആണ്. ജോസ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ജോസ്. ഹലോ, ചോദിച്ചോളൂ ജോസ്, കേൾക്കാം. ജോസ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഒരു 17-ാം തീയതി എനിക്ക് പനിയുണ്ടായി. 17-ാം തീയതി, ഓക്കെ. അപ്പോൾ ഈ പാരസെറ്റമോൾ ഗുളിക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒരെണ്ണം കഴിച്ചു. 18-ാം തീയതി ആയിട്ട് രാവിലെ ആയിട്ടുള്ള കുറഞ്ഞില്ല. പിന്നെ 19-ാം തീയതി രാവിലെ അടുത്തൊരു ഹെൽത്ത് സെന്റർ ഉണ്ട്, അവിടെ പോയി. പറഞ്ഞോളൂ, കേൾക്കാം. അപ്പൊ ഞാനിവിടെ അടുത്തൊരു അവിടെ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞപ്പം 101 ഡിഗ്രി പനിയുണ്ടായിരുന്നു. എന്തോ ജോസ്, ടി വിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് സംസാരിച്ചോളൂ. അപ്പൊ ഡോക്ടർ അല്ല, ഞാൻ ടി വിയിൽ അപ്പം ഡോക്ടർ അവിടുത്തെ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് 3-4 കൂട്ടം മരുന്നും തന്നു, ഒരു ബട്ടൺസിൽ ഒരു ഇഞ്ചക്ഷൻ തന്നു, ഒരു ട്രിപ്പ് കിട്ടു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നിട്ട് പിന്നെ ഒരു 19-ാം തീയതി വന്ന് കിടന്നുറങ്ങി, മെഡിസിൻ കഴിച്ച് തുടങ്ങി. 20-ാം തീയതി രാവിലെ ആയിട്ടപ്പം ഈ ഇടത്ത് വശത്ത് ഈ ബട്ടൺസിൽ ഇവിടെ ചെയ്ത കേൾക്കുന്നില്ല ജോസ്. 20-ാം തീയതി 19-ാം തീയതി 20-ാം തീയതി എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. 20-ാം തീയതി രാവിലെ എണീറ്റപ്പം ഈ ഇടത്ത് വശത്തെ കാലിന്റെ മുട്ടിന് താഴേക്ക് ഭയങ്കര നീര്. 19-ാം തീയതി മരുന്ന് കഴിച്ചിട്ട് ഞാൻ കിടന്നു. 20-ാം തീയതി രാവിലെ എണീറ്റപ്പം നീര്. അത് നമ്മൾ ഈ ആത്തപ്പഴം പഴുപ്പ് പോലെ ഒരു ചുവപ്പ് നിറവുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്ന പനി കൂടിയതിന്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അന്ന് പനി കുറഞ്ഞോ? പനി കുറഞ്ഞായിരുന്നോ? പനി കുറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ജോസ് നേരത്തെ കാണിച്ച ഡോക്ടറെ തന്നെ ഒന്ന് കാണിക്കുക. അടുത്തുള്ള ആശുപത്രിയിൽ, അതല്ലെങ്കിൽ മറ്റൊരു ആശുപത്രി എവിടെയെങ്കിലും കാണിക്കുക. അത് കാരണം ഇതിനെ തുടർന്ന് ഇപ്പം എന്തായാലും പനി കുറഞ്ഞ സ്ഥിതിക്ക് ആദ്യത്തെ ആ ഒരു അസുഖം കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒന്ന് കാണിക്കുക. കാണിച്ചതിന് ശേഷം അത് വ്യക്തമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്കത് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സാധാരണ ഇതുപോലെ നീർവീക്കമൊക്കെ ഉണ്ടാകുന്നത് പകർച്ചപ്പനികളുടെ കൂട്ടത്തിൽ ചിക്കൻ ഗുനിയ സമയത്ത് നമുക്ക് സാധാരണ മുട്ടുകൾക്കെല്ലാം സന്ധികൾക്കെല്ലാം വേദനയും നീർവീക്കവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിപ്പം ഒരു കാലിൽ മാത്രം ഉണ്ടായൊരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ തീരുമാനിക്കും എന്താണ് ചികിത്സ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒന്ന് കാണിക്കുക, ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം തീരുമാനിച്ചാൽ മതി. എന്തായാലും അത് നിർബന്ധമായിട്ട് കാണിച്ചിരിക്കണം. ഡോക്ടർ, നമ്മൾ ഡെങ്കിപ്പനിയെക്കുറിച്ചും ഒപ്പം തന്നെ മഴക്കാലത്തെ മറ്റു രോഗങ്ങളെക്കുറിച്ചുമൊക്കെ പറയുകയുണ്ടായി, മഞ്ഞപ്പിത്തത്തെ പറ്റിയും പറയുകയുണ്ടായി. ചിക്കൻ ഗുനിയ, എലിപ്പനി, അതുപോലുള്ള വൈറൽ പനികൾ ഇന്ന് പലർക്കും കണ്ടുവരുന്ന രോഗമാണ് വൈറൽ പനി ബാധിക്കുക. അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ ഡോക്ടർ പങ്കുവയ്ക്കുകയാണെങ്കിൽ. ഇതിൽ എലിപ്പനിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞാൻ. അതും ഈ മഴക്കാലത്തോടനുബന്ധിച്ചിട്ട് പടരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ആക്ച്വലി.
അല്ലാത്ത കാലത്തും അല്ലാത്ത സമയത്തും പടരാം. പക്ഷേ എന്നാലും കൂടുതലും നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ മാസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റു മാസങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും മലിനജലത്തിൽ നമുക്ക് സമ്പർക്കമുണ്ടാകുന്നതിലൂടെയാണ്. മലിനജലവും നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും മുറിവുള്ള ഭാഗവുമായിട്ട് സമ്പർക്കമുണ്ടെങ്കിൽ നേരെ രക്തത്തിലേക്ക് ഈ രോഗാണുക്കൾ കടക്കുകയും നമുക്ക് രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ വെള്ളത്തിൽ കുളിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ എലിപ്പനി രോഗം പടരാൻ സാധ്യതയുണ്ട്. ഈ എലിപ്പനിയുടെ രോഗാണുക്കൾ സാധാരണ മലിനജലത്തിൽ കലരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ എലികളുടെ വിസർജ്യത്തിലൂടെയും വരാം, മറ്റ് കന്നുകാലികളുടെയും മറ്റ് മൃഗങ്ങളുടെയും നമ്മുടെ വളർത്തു മൃഗങ്ങളുടെയും ഒക്കെ തന്നെ വിസർജ്യങ്ങളിലൂടെ, പ്രത്യേകിച്ച് മൂത്രത്തിലൂടെ ഇത് രോഗാണുക്കൾ ജലത്തിൽ പടരാൻ സാധ്യതയുണ്ട്. ഇതാണ് കെട്ടി നിൽക്കുന്ന മലിനജലത്തിലൂടെ ഈ രോഗം നമുക്ക് പകരാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മലിനജലവുമായിട്ട് സമ്പർക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവരും, അതിപ്പം നമ്മൾ റോഡിലൂടെ നടക്കുമ്പം ഇപ്പോൾ ഒരു പൊട്ടിയൊലിച്ച ഓട കടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ കഴിയുന്നത് ആ വെള്ളത്തിൽ ചവിട്ടാതിരിക്കുക. ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അങ്ങനെ വെള്ളത്തിലൂടെ നടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ, കാലിൽ മുറിവുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൽ ചവിട്ടാതിരിക്കുക. ഇനി അതല്ലെങ്കിൽ അങ്ങനെയുള്ള തോടോ ഒക്കെ കടന്നു പോകേണ്ട സാഹചര്യം നേരത്തെ മുൻകൂട്ടി കാണുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ ഇപ്പം ഡോക്സിസൈക്ലിൻ എന്നുള്ള മരുന്ന് കഴിക്കാം. അതിനൊരു മുൻകരുതൽ എന്നുള്ളതിലേക്ക്, പ്രത്യേകിച്ച് ഇതിലൊക്കെ ഈ തോട്ടിലും ഒക്കെ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ, ഓടയിലും തോട്ടിലും ഒക്കെ ഇപ്പോൾ ഇതുപോലെ കുളം വൃത്തിയാക്കാനും ഒക്കെ തന്നെ പണിയെടുക്കേണ്ടി വരുന്ന തൊഴിലാളികൾ, അവർക്ക് ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് അവർക്ക് മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഡോക്സിസൈക്ലിൻ ആഴ്ചയിൽ 2 ഗുളിക വെച്ചിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു പ്രതിരോധ അത്യാവശ്യത്തിന് പ്രതിരോധം നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ മറ്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്പം സാധാരണ ഈ ജലവുമായിട്ട് സമ്പർക്കമുണ്ടാകാൻ അത് തടയുന്ന രീതിയിലുള്ള ഗംബൂട്ടുകളും ഒക്കെ ധരിക്കുക, കയ്യുറകൾ ധരിക്കുക, ഇതൊക്കെ ഇതിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് എലിപ്പനി പടരുന്നത് ചെറുക്കാൻ സാധിക്കും. മുൻകാലങ്ങളിൽ ഇപ്പം ഈ പ്രളയത്തിനോടനുബന്ധിച്ചൊക്കെ നമ്മൾ 2018-ലും 2019-ലും ഇത് എലിപ്പനി വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അത് ഫലപ്രദമായിട്ട് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രൊഫൈലാക്റ്റിക് മരുന്നുകൾ വ്യാപകമായിട്ട് വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ചികിത്സ വളരെ തുടക്കത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ഉടനെ തന്നെ ചികിത്സ തേടുകയും ആ രീതിയിൽ ഫലപ്രദമായിട്ട് നമുക്ക് രോഗം ഭേദമാക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. ഇനി ഈ രീതിയിൽ ഏതെങ്കിലും മലിനജലമായിട്ട് സമ്പർക്കമുണ്ടാകുകയും രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ, പനിയോ മറ്റ് ശരീരവേദനയോ ഒക്കെ ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അതിന് എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കുകയും എലിപ്പനിയുടെ സാധ്യതയാണെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. അത് എത്രയും വേഗം തന്നെ ആ ചികിത്സ നമുക്ക് സ്വീകരിക്കുകയും വേണം. അതല്ലെങ്കിൽ അത് എലിപ്പനി മരണത്തിന് വരെ കാരണമാകാം എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്. മറ്റ് പകർച്ചപ്പനികളെക്കാൾ കുറച്ചുകൂടെ മരണനിരക്ക് വളരെ കൂടുതലുള്ള രോഗമാണ് എലിപ്പനി. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം വളരെയധികം, ചികിത്സ കൃത്യസമയത്ത് തന്നെ ചികിത്സ തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അബ്ദുൽ ഖാദറാണ്. അബ്ദുൽ ഖാദർ ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ അബ്ദുൽ ഖാദർ. ഹലോ, കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ഹലോ ഡോക്ടർ, എൻ്റെ പേര് അബ്ദുൽ ഖാദർ, ഞാൻ എറണാകുളത്ത് വിളിക്കണേ. ഈ വാട്ടർ പ്യൂരിഫയറിന്റെ വെള്ളം അണുയുക്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തിളപ്പിക്കാത്ത കുടിക്കാൻ പറ്റുമോ? ഇല്ല, ശരിയായ രീതിയിൽ നമ്മൾ സർവീസൊക്കെ ചെയ്തിട്ടുള്ള അതിൻ്റെ ഫിൽറ്ററൊക്കെ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്തായാലും തിളപ്പിച്ച് ആറ്റിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നേരിട്ട് നമ്മൾ ശേഖരിക്കുന്ന എല്ലാ വെള്ളവും പിന്നെ നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒന്ന് ഈ നമ്മൾ തന്നെ ഇപ്പം ക്ലോറിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം വേണമെങ്കിൽ എടുക്കാം. പിന്നെ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയർ, നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള വാട്ടർ പ്യൂരിഫയറിലൂടെ എടുക്കുന്ന വെള്ളം നമുക്ക് അല്ലാതെ തന്നെ ഉപയോഗിക്കാം. പിന്നെ ബോട്ടിൽ ഡ്രിങ്ക്സ്, ഈ ഇപ്പം ISI മുദ്രയൊക്കെ ഉള്ള നല്ല കമ്പനികൾ നിർമ്മിച്ചിട്ടുള്ള ബോട്ടിൽഡ് ആയിട്ടുള്ള ഈ മിനറൽ വാട്ടറുകളും അങ്ങനെയുള്ള വെള്ളം നമുക്ക് അല്ലാതെ തന്നെ കുടിക്കാവുന്നതാണ്. അതല്ലാതെ നമുക്ക് എടുക്കേണ്ടി വരുന്ന എല്ലാ വെള്ളം, ഏത് ജലാശയത്തിൽ നിന്നും ജലശേഖരത്തിൽ നിന്നും കിണറിൽ നിന്നും എടുക്കുന്ന വെള്ളമാണെങ്കിലും തിളപ്പിച്ച് ആറ്റിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ബോട്ടിൽ വാട്ടർ പ്യൂരിഫൈഡ് ആയിരിക്കുമോ? ബോട്ടിൽ വാട്ടർ അതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, സീൽഡ് ആയിരിക്കണം. ബോട്ടിൽ വാട്ടർ സീൽഡ് ആയിരിക്കണം. അതിൽ ISI മുദ്ര ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും, അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പം കൃത്യമായ മോണിറ്ററിംഗ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഏജൻസി ചെയ്യുന്ന ഒരു അങ്ങനെ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വെള്ളമാണെങ്കിൽ അത് ശരിയായ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത വെള്ളമാണെന്ന് ചിലപ്പം നോക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ
മുദ്രണങ്ങൾ ശരിയായ അതിൻ്റെ നിലവാരം അളന്നിട്ടുള്ള രീതിയിലുള്ള ശരിയായ മുദ്രണങ്ങൾ ഉണ്ടെങ്കിൽ ISI മാർക്ക് നമുക്ക് ഒരു മാനദണ്ഡമായിട്ട് എടുക്കാവുന്നതാണ്. അത്തരം മുദ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ സീൽഡ് ആണെങ്കിൽ ആ ബോട്ടിൽ നമുക്ക് ഇപ്പം നമ്മുടെ മുന്നിൽ നേരത്തെ തന്നെ പൊട്ടിച്ച് അടച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിളപ്പിച്ചാറ്റി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലാതെ സീൽഡ് ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് സുരക്ഷിതമാണെന്ന് കരുതി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. പ്രേക്ഷകർ വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ പനിയും അതുപോലുള്ള മറ്റു രോഗങ്ങളും പലപ്പോഴും അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രയും വേഗം ചികിത്സ തേടേണ്ടത് അത്യാവശ്യമായുള്ള ഒരു കാര്യം തന്നെയല്ലേ? ഈ സ്വയം ചികിത്സ വരുത്തിവെക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഇന്നത്തെ ഇതിൽ ഇപ്പോൾ രോഗപ്രതിരോധ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കിപ്പം ഈ പകർച്ചപ്പനികളും പകർച്ചവ്യാധികളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഈ രോഗപകർച്ച തടയുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ രോഗം അഥവാ പിടിപെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് കോംപ്ലിക്കേഷൻസും മരണവും ഒക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഇപ്പോൾ പകർച്ചപ്പനിയുടെ കാര്യം പറയുമ്പം പനി എന്നുള്ള രോഗലക്ഷണം നിരവധി രോഗങ്ങളുടെ രോഗലക്ഷണമായിട്ട് വരാറുണ്ട്. അതിൽ ഏത് പനി ഏത് രോഗമാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എലിപ്പനി ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് കോംപ്ലിക്കേഷൻസിലേക്കും ഡെത്തിലേക്കും പോകാം. 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗുരുതരാവസ്ഥ പ്രാപിക്കുകയും മരണകാരണം ആകാനും ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് നമുക്ക് എലിപ്പനിയാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ സാധാരണക്കാരന് തിരിച്ചറിയാൻ കഴിയില്ല. അതിന് ഒരു ഡോക്ടറെ തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ പാടില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം ഈ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥ പ്രാപിക്കാനും മരണകാരണമാകാനുമുള്ള സാധ്യതയുള്ള പനികളുണ്ട്. അപ്പം ഡെങ്കിപ്പനി നമുക്കിപ്പം മുൻകാലങ്ങളിൽ ഡെങ്കി വന്നിട്ടുണ്ട്. ആവർത്തിച്ചുള്ള ഡെങ്കിപ്പനി ആണെങ്കിൽ അത് ഗുരുതരാവസ്ഥ പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതും നമുക്ക് ഡോക്ടറെ കണ്ടുവേണം ചികിത്സ നിർണ്ണയിക്കാനും ചികിത്സ തേടാനും. കാരണം ഇതിലെല്ലാം തന്നെ സ്വയം ചികിത്സ എന്നുള്ളത് നമുക്ക് വളരെ ഒരു എളുപ്പമാർഗ്ഗമായിട്ട് തോന്നും. ഇപ്പം ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ മാത്രം ചെയ്യാമായിരുന്നെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നത് എളുപ്പമായിരുന്നു. പക്ഷേ അതിനകത്തൊരു പ്രശ്നം, ഇത്തരം ഗുരുതരാവസ്ഥ പ്രാപിക്കാൻ സാധ്യതയുള്ള മറ്റ് രോഗങ്ങൾ, സാധാരണ പനി പോലെ ആയിരിക്കും ലക്ഷണം വരിക, പക്ഷേ അത് മറ്റ് രോഗങ്ങളാകാൻ, സ്ക്രബ് ടൈഫസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലാസർ ആവാൻ, കരിമ്പനി എന്നൊക്കെ പറയുന്ന കാലാസർ ആവാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ എലിപ്പനി ആവാൻ സാധ്യതയുണ്ട്. ടൈഫോയിഡ് ആവാൻ, ഇത് ഏത് രോഗങ്ങൾ വേണമെങ്കിലും, മഞ്ഞപ്പിത്തവും മറ്റ് രോഗങ്ങളാവാം, ഇത് ഏത് രോഗങ്ങൾ വേണമെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ രോഗനിർണയം നടത്തുകയും ചികിത്സ തേടുകയും അനിവാര്യമാണ്. അതിന് ഏറ്റവും അടുത്തുള്ള ഒരു നല്ലൊരു ഡോക്ടറെയും ആശുപത്രിയെയും സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമാർഗ്ഗം. അല്ലാതെ നമുക്ക് സ്വയം ചികിത്സ എളുപ്പമാർഗ്ഗമെന്ന് തോന്നുമെങ്കിലും തീർച്ചയായിട്ടും അത് അപകടം ക്ഷണിച്ചു വരുത്തലായിരിക്കും. വ്യക്തമാണ്. മഴക്കാലത്തെ പകർച്ചവ്യാധികളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. അതിനായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ എ അൽത്താഫാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.